الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على من لا نبي بعده وسيد الأولين والآخرين وخاتم الأنبياء والمرسلين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ സമ്മേളനം ഇവിടെ സമാപനം കുറിക്കുകയാണ്. ധാരാളം പ്രഭാഷണങ്ങൾ വ്യത്യസ്ത തലങ്ങളിലായി വിവിധ വശങ്ങളിലൂന്നി സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചത് നിങ്ങൾ സസൂക്ഷ്മം കേട്ടവരാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വിവിധ വശങ്ങളെ ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ പ്രഭാഷണങ്ങൾ നിർവഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യനിവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൗത്യം ഏറ്റെടുക്കാൻ സന്നദ്ധരായി തിരിച്ചുപോകണമെന്നാണ്. സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായ ഒരു ഇസ്ലാമിനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനുമുള്ള ഇച്ഛാശക്തി കൈമുതലാക്കിക്കൊണ്ടാണ് ഈ നഗരിയുടെ കവാടങ്ങൾ കടന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ധാരാളം അസാമാന്യരായ മഹത്തുക്കളുടെ, മഹാന്മാരുടെ ത്യാഗനിർഭരമായ ജീവിതം കൊണ്ടാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ അനായാസം അനേകം ആളുകളെ സംഘടിപ്പിച്ചു തീർക്കാൻ ഈ മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുള്ളത്. കുറച്ചു മുമ്പ് ഈ വേദിയിൽ നമ്മുടെ മുന്നിൽ പ്രസംഗിക്കുവാൻ ആവേശപൂർവ്വം എഴുന്നേറ്റ് നിന്ന് വാക്കുമുറിഞ്ഞ് വിതുമ്പി തിരിച്ചുപോയ ഒരു മനുഷ്യൻ, പ്രൊഫസർ കെ.എ. സിദ്ദീഖ് ഹസൻ സാഹിബ്. അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പ്രൊഫസർ ഖിലാനി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ വാചകം തന്നെ മതിയാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 13ാമത്തെ വയസ്സിൽ കേസും കൂട്ടവുമായി വലിയ വലിയ കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട ഒരു അനാഥ ബാലനുമായി ഖീലാനി ഡൽഹിയിലെ മതമേലാളന്മാരുടെ മുഴുവൻ ഓഫീസുകളിലും കയറി ചെല്ലുകയാണ്. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി, ഈ കുട്ടിയുടെ കേസ് നിങ്ങൾ ഏറ്റെടുക്കണം, ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം നിങ്ങൾ ഏറ്റെടുക്കണം. പല ആളുകളും അവരെ സ്വീകരിച്ചത് നിഷേധാത്മക രൂപത്തിലാണ്. ഒടുവിൽ വിഷന്റെ ഓഫീസിൽ കെലുന്നനയുള്ള ഒരു മനുഷ്യനിരിക്കുന്നു, അവിടെയും കയറിയിറങ്ങി വരാമെന്ന് കരുതി അദ്ദേഹം ഈ കുട്ടിയുമായി ആ ഓഫീസിലേക്ക് കയറി ചെല്ലുകയാണ്. ആ ഓഫീസിലെത്തി അദ്ദേഹം ഈ കുട്ടിയുടെ കേസെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കേസ് മാത്രമല്ല, വിദ്യാഭ്യാസവും ആ കുട്ടിക്ക് ആവശ്യമായ താമസ സൗകര്യവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗീലാനി പറഞ്ഞ മറുപടി,
800 വർഷം ഇന്ത്യ ഭരിച്ച ഒരു മുസ്ലിം പാരമ്പര്യത്തിന്റെ ഒരു തിളക്കം ആ മനുഷ്യന്റെ മുഖത്ത് ഞാൻ കണ്ടു എന്നാണ്. അതുതന്നെ ധാരാളമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, ആസാമിലെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബിൽഡിംഗിന് പ്രൊഫസർ KA സിദ്ദീഖ് ഹസൻ സാഹിബിന്റെ പേരാണ്. ഒരു വാർഡ് മെമ്പർ പോലും ആകാത്ത ഒരു മനുഷ്യന്റെ പേരെന്തിനാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ, അതും അംഗീകാരമുള്ള ഒരു സർവകലാശാലയുടെ ബിൽഡിംഗിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ ആസാമിൽ ആളുകൾ നമ്മോട് പറയും, ഈ നാട്ടിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തിയ ഒരു പ്രൊജക്ടിന്റെ ശില്പി, ഈ രാജ്യത്തെ അനേകം ആളുകളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവർക്കാവശ്യമായ കുടിവെള്ളവും പാർപ്പിടവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കി വിവാഹമെന്നത് സ്വപ്നം പോലുമാക്കാൻ യോഗ്യതയില്ലാത്ത ആളുകൾക്കിടയിൽ അനേകം മംഗല്യ സ്വപ്നം പൂവണിയിച്ച ഒരു മനുഷ്യന്റെ പേര് ഞങ്ങളുടെ ഒരു സർവകലാശാലയ്ക്ക് നൽകിയില്ല എങ്കിൽ അത് അദ്ദേഹത്തോടും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് അവർ നമ്മോട് പറയുന്ന മറുപടി. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അങ്ങനെയുള്ള അനേകം ആളുകൾ, നമുക്കറിയാം ഹാജി VP മുഹമ്മദ് അലി സാഹിബ്, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം ഹാജി സാഹിബ് എന്ന് വിളിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ ഒരു ബന്ധുവീട്ടിലേക്ക് ആ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയാണ്. ബന്ധുവീട്ടിന്റെ നാഥൻ ആ സമയത്തവിടെയില്ല. ആ വീട്ടിലെ കുടുംബനാഥ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയാണ്. ഭക്ഷണം വിളമ്പിക്കൊടുത്ത സമയത്ത് കുടുംബനാഥൻ ആ വീട്ടിലേക്ക് കയറി വരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, മുഹമ്മദ് അലി, നീ എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ഉരുളയുരുട്ടി വായിലേക്ക് കൊണ്ടുപോകുന്ന VP മുഹമ്മദ് അലി സാഹിബ് വായിലേക്ക് വെക്കാതെ ആ ഉരുള പ്ലേറ്റിൽ നിക്ഷേപിച്ച് തിരിച്ചു പോരുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഉരുളയാണ് കേരള ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബാക്കി വെച്ച ത്യാഗത്തിന്റെ ഇൻവെസ്റ്റാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. നമുക്കറിയാം, പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇതിന്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സജ്ജീകരണങ്ങളും അസാമാന്യമായി നട്ടുച്ചക്ക് പൊരിവെയിലത്ത് ആകാശത്ത് നോക്കി ഇന്നും മഴ പെയ്യുമെന്ന് പറയുന്ന പ്രതീക്ഷ നിർഭരമായ വിശ്വാസത്തിന്റെ ഉടമകൾ വെട്ടിത്തെളിച്ച പാതയാണ്. നമ്മൾ ഈ പ്രഭാഷണത്തിന്റെ അതുപോലെ തന്നെ ഈ സെഷന്റെ മഗ്‌രിബിന് ശേഷം ആരംഭിച്ച സെഷന്റെ ആദ്യത്തെ ഒരു അവതരണം എന്ന് പറയുന്നത് 75 വർഷം പിന്നിട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വീഡിയോ പ്രസന്റേഷൻ നമ്മൾ കണ്ടതാണ്. വീഡിയോ പ്രസന്റേഷൻ എന്ന് പറയുന്നത്, ആ പ്രസന്റേഷൻ അതിൽ നമ്മൾ കണ്ടത് മുരുക്കുപെട്ടിയിൽ വെച്ച 1-2 പുസ്തകങ്ങളാണ്. ആ മുരുക്കുപെട്ടിയാണ് ഇന്ന് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസായി മാറിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസാധനാലയമായി ഇന്ന് ഇന്ത്യക്കകത്ത് ഏറ്റവും അറിയപ്പെട്ട ഈടുറ്റ ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഇസ്ലാമിക സാഹിത്യങ്ങളും ഈ രാജ്യത്തെ രാജ്യനിവാസികൾക്ക് മുമ്പ് സമർപ്പിക്കുന്ന പ്രസാധനാലയമായി ആ മുരുക്കുപെട്ടി മാറിയതിന്റെ മുന്നിൽ അനേകം ആളുകളുടെ നടന്നു തഞ്ഞ കാൽപാദങ്ങൾ സാക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, മഹാനായ ഷഹീദ് ഇമാം ഹസനുൽ ബന്ന, അദ്ദേഹം രക്തസാക്ഷിയായ ദിവസമാണ് നാളെ, അഥവാ ഫെബ്രുവരി 12 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമുക്കറിയാം, അദ്ദേഹം ജീവിതത്തിൽ നിർവഹിച്ച ഏറ്റവും വലിയ ദൗത്യമെന്ന് പറയുന്നത് ലോകത്ത് മുസ്ലിം സമൂഹത്തിന് അവരുടെ ആശയവും ആദർശവും വിസ്മരിച്ച് തിരിച്ചു നടന്ന സമയത്ത് അൽ ഇസ്ലാമു ഷാമിലുൻ കാമിലുൻ, ഇസ്ലാം സമ്പൂർണമാണ്, സമഗ്രമാണ്. അൽ ഇസ്ലാമു ഹുവൽ ഹൽ, ഇസ്ലാം ഈസ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ, ഇസ്ലാം ഒരു പരിഹാരമാണ് എന്ന് ധൈര്യപൂർവ്വം എഴുന്നേറ്റു പറയാൻ മാസ്മരിക പ്രഭാവമുള്ള ഹസനുൽ ബന്ന തയ്യാറായപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടം ആളുകൾ ഒരുമിച്ച് കൂടുകയാണ്. ആ ആളുകളെല്ലാം അവരിൽ ആകൃഷ്ടരായി ആ വിശ്വാസ ആദർശത്തെ അംഗീകരിക്കുവാനും അതിൽ അണിചേരുവാനും തയ്യാറാവുകയാണ്. ആ ഇടക്കാണ് നമുക്കറിയാവുന്നത്, ലോകം മുഴുവൻ കൂട്ടുനിന്ന ലോകത്തെ ഏറ്റവും വലിയ അനീതി, ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പിറവി അന്ന് സംഭവിക്കുകയാണ്. ലോകം കൂട്ടുനിന്ന അനീതിയാണ്. ആ അനീതിയുടെ പക്കത്തു നിന്ന് ഹസനുൽ ബന്ന പറഞ്ഞു, ഇത് അനീതിയാണ്, ഇതിനെ ചെറുക്കാൻ എന്റെ കയ്യിൽ ആയുധങ്ങളില്ല, പക്ഷേ ആദർശവും വിശ്വാസവുമുണ്ട്. ആദർശവും വിശ്വാസവുമുള്ള അല്പം ചില ആളുകളുമുണ്ട്. നിങ്ങൾ അനുമതി തരികയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ മേൽവിലാസം
ഈ രാജ്യത്തുനിന്ന് ഞാൻ ഇല്ലാതെയാക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 10,000-ഓളം വരുന്ന തന്റെ അനുയായികളെയും കൂട്ടി ഫലസ്തീനിലേക്ക് യാത്ര പോവുകയാണ്. അതുപോലെ ഇന്നത്തെ ഇസ്രായേലിന്റെ ടെൽ അവീവ് വരെ ഹസനുൽ ബന്നയുടെ സന്നദ്ധ സൈനിക സംഘം എത്തുകയാണ്. അന്ന് വോൾഗ മേയർ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഞങ്ങൾക്ക് സൗദി അറേബ്യ അടക്കമുള്ള ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ഒരു ഭയവും ഞങ്ങൾക്കില്ല, മുസ്ലിം രാജ്യങ്ങളെ ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഭയമുള്ള ഒന്നുണ്ട്, അത് ഹസനുൽ ബന്നയുടെയും അനുയായികളുടെയും കണ്ടത്തിൽ നിന്ന് വരുന്ന അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ്. ഈ തക്ബീർ ഞങ്ങൾക്ക് ആണവായുധത്തെക്കാൾ മാരകമായി അനുഭവപ്പെടുന്നു എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അന്ന് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ അന്ന് ടെൽ അവീവ് വരെ എത്തി ആ സൈന്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു ഭാഗം മുറ്റുകൊടുക്കുകയും തടഞ്ഞു നിർത്തുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്കറിയാം ഇമാം ഹസനുൽ ബന്നയുടെ രക്തസാക്ഷിത്വത്തിന്റെ ഹേതുവായി ആ വിവാദം മാറുകയാണ്. കൈറോയിലേക്ക് പട്ടാപ്പകൽ ലോകത്തെ ഏറ്റവും തിരക്കുള്ള ഒരു സിറ്റിയിലേക്ക് ആ മനുഷ്യനെ ചർച്ചക്കുന്ന വ്യാജേന വിളിച്ചു വരുത്തുകയാണ്. അദ്ദേഹത്തെ ആളുകൾ വിളിച്ചു വരുത്തിയ സ്ഥലത്ത് ആളില്ലാത്തപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറാവുകയാണ്. പെങ്ങളുടെ മകൻ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ ഹസനുൽ ബന്ന ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് പന്തിയല്ല എന്ന് ഡ്രൈവർക്ക് തോന്നി. മുന്നിൽ ഒരു പോലീസ് വാഹനം. അദ്ദേഹം ഉടനെ ഹസനുൽ ബന്നയോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, നമുക്കിനി മുന്നോട്ട് പോകുന്നത് പന്തിയല്ല, ബുദ്ധിയല്ല. പക്ഷേ അദ്ദേഹം അനുവദിച്ചില്ല. തിരിച്ചു നടക്കാൻ വന്ന വ്യക്തിയല്ല ഹസനുൽ ബന്ന, മുന്നോട്ട് പോകാൻ വന്നവനാണ്. അതുകൊണ്ട് ഹസനുൽ ബന്ന മുന്നോട്ട് വണ്ടിയെടുക്കാൻ ആവശ്യപ്പെടുന്നു. വണ്ടി കറങ്ങുന്ന സമയത്ത് തന്നെ വെടിയും ഏൽക്കുകയാണ്. പെങ്ങളുടെ മകനാണ് രക്തസാക്ഷിയായി വീഴുന്നത്. രണ്ടാമത്തെ വെടി ഹസനുൽ ബന്നയുടെ ചെവിക്കാണ് കൊള്ളുന്നത്. മൂന്നാമത്തെ വെടിയാണ് ഹസനുൽ ബന്നയുടെ നെഞ്ചകത്ത് തുളച്ചുകൊണ്ട് ലോകം ആവേശപൂർവ്വം ഇന്ന് നെഞ്ചേറ്റിയ, ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ധാരയുടെ പടകധ്വനി മുഴക്കിയ രാജ്യശില്പി ഹസനുൽ ബന്ന വലിയ തക്ബീർ മുഴക്കി കൈറോയുടെ നഗരത്തിൽ രക്തസാക്ഷിയാന്റെ മരണത്തിലേക്ക് പോകുന്ന, രക്തസാക്ഷിത്വത്തിലേക്ക് നീങ്ങുന്ന ആ പരിക്കിലേക്ക് വീഴുകയാണ്. ഏത് അല്ലാഹു അക്ബറാണ്! ലോകത്തെ അനീതിയുടെ സിംഹാസനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് തൊണ്ടയുടെ അടിയിൽ നിന്നും മുഴങ്ങി വരുന്ന തക്ബീറുണ്ട് എന്ന് ലോകത്തെ പഠിപ്പിച്ച രാജശില്പി ഹസനുൽ ബന്ന അവിടെ വെടിയേറ്റ് വീഴുകയാണ്. അദ്ദേഹത്തെ ഓടിക്കൂടിയ തക്ബീർ കെട്ടി ഓടിക്കൂടിയ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയാണ്. ആരും തന്നെ അദ്ദേഹത്തെ ചികിത്സിക്കാൻ പാടില്ല. പിൽക്കാലത്ത് അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ഓടി ആവേശപൂർവ്വം വന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമീന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അന്ന് ഞങ്ങൾ ഇമാമിന് ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ വിധി മറ്റൊന്നായിപ്പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ലോകത്ത് ഇന്ന് 70-ലധികം രാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ച റാഷിദ് അൽ ഗനൂസിയുടെ അന്നഹ്ലയും റജബ് തയ്യിബ് ഉർദുഖാന്റെ AK പാർട്ടിയും അതുപോലെ തന്നെ തവക്കുൽ കർമാനിന്റെ യമൻ റിഫോംസ് ഗാദറിംഗും അടക്കമുള്ള ലോകത്തെ ആവേശം കൊള്ളിച്ച ഇസ്ലാമിക ധാരയുടെ യുഗപ്രഭാവനായ വ്യക്തിത്വം ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ രക്തം പാർന്നൊലിച്ച് മരിക്കുകയാണ്. ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ് വന്ന് അദ്ദേഹത്തെ കാണാൻ അനുമതി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും അനുമതി കൊടുത്തില്ല എന്നതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അദ്ദേഹത്തോട് ഭരണകൂടം ചെയ്ത കൊടും ക്രൂരതയുടെ ആഴമെത്രയാണെന്ന്. സ്വന്തം പിതാവ് എഴുതി വാങ്ങുകയാണ്, അദ്ദേഹത്തിന്റെ സംസ്കരിക്കാൻ ഞാനും ആണായ ഒരുത്തനെയും കൂട്ടുകയില്ല, പെൺകുട്ടികളെ മാത്രമേ ഞങ്ങൾ കൂട്ടുകയുള്ളൂ, സഹോദരിമാരെയും കൂട്ടി. പിതാവ് പോകുമ്പോ പിതാവ് പറയുകയാണ്, ശവം ഹസനുൽ ബന്നയുടെ മൃതശരീരമേറ്റി പിതാവ് പോകുന്ന സമയത്ത് പിതാവ് പറയുകയാണ്, മോനെ ബന്ന, നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓടിയ ആയത്ത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലു തബ്ദീല. ഇതുപോലെയായല്ലോ നിന്റെ ജീവിതം മോനെ. നീ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ അടുത്തൊരു പാമ്പ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ നിന്റെ അടുത്ത് പ്രവേശിക്കാൻ ഭയന്നുപോയി. ആ സമയത്ത് ഞാൻ അള്ളാഹുവിന്റെ ദൂതൻ പഠിപ്പിച്ചു തന്ന സകല പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് എന്റെ നാഡിനരമ്പുകൾ തളർന്നിരിക്കുന്ന സമയം, അത്ഭുതമെന്ന് പറയട്ടെ, ആ പാമ്പ് നിന്റെ ദേഹത്തൂടെ ഇഴഞ്ഞു ജനൽ വഴി രക്ഷപ്പെടുകയാണ്. ആ പാമ്പ് നിന്നോട് കാണിച്ച കാരുണ്യം പോലും മോനെ ബന്ന
നിന്നോട് മനുഷ്യർ കാണിച്ചില്ല എന്ന് പറഞ്ഞ് വിലാപം ചൊല്ലിക്കൊണ്ട് അത് ഹസനുൽ ബന്നയുടെ മൃതശരീരവുമായി വൈകുന്നേരം വരെ കുടിവെട്ടി. ഹസനുൽ ബന്നയുടെ സഹോദരിമാരും വീട്ടിലെ പെണ്ണുങ്ങളും പിതാവുമടക്കമുള്ള ആളുകളാണ് അദ്ദേഹത്തെ കുടിയിലേക്ക് എടുത്തതെന്ന് നമുക്കറിയാം. അള്ളാഹു നമ്മോട് പറയുന്നത് ഒറ്റ കാര്യമാണ്, നിങ്ങൾക്ക് സ്വർഗം വേണോ? ഇതുവരെ കേൾക്കുന്ന പ്രഭാഷണങ്ങളെല്ലാം നമുക്ക് തത്വങ്ങൾ പറഞ്ഞു തന്നതാണ്, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. ഇനി നിങ്ങളുടെ സിരകളിൽ അതൊരു വികാരമായി മാറണം, നിങ്ങളുടെ നാടുകളിൽ ആവേശമായി മാറണം, നിങ്ങളുടെ ഗ്രാമാന്തരങ്ങൾക്ക് ജീവൻ ഏകുന്ന ഏറ്റവും വലിയ നരമ്പായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യൂണിറ്റുകളും ഹൽക്കകളും മാറണം. അതിന് പ്രതിജ്ഞ ചെയ്തേ നമ്മൾ ഇവിടെ എഴുന്നേൽക്കാൻ പാടുള്ളൂ. നമുക്കറിയാം അല്ലാഹ് നമ്മോട് പഠിപ്പിച്ചത് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം വേണോ? സ്വർഗം തരാം, പക്ഷേ രണ്ട് കാര്യം എനിക്ക് തരണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ദേഹവുമാണ്. അത് തരാത്ത ഒരാൾക്കും സ്വർഗം അല്ലാഹ് നൽകുകയില്ല എന്നാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹി അലൈഹി വമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീല. വിശ്വാസികളിൽ ചില ആളുകളുണ്ട് അല്ലാഹുമായി ചെയ്ത കരാർ സാക്ഷാത്കരിച്ച ആളുകൾ. ആ സാക്ഷാത്കരിച്ച ആളുകൾ നേരത്തെ ചെയ്ത കരാർ എല്ലാവർക്കും പൂർത്തീകരിക്കാൻ കഴിയില്ല. ചില ആൺകുട്ടികളുണ്ട്, അവർക്ക് മാത്രമാണ് ഈ കരാർ പൂർത്തീകരിക്കാൻ കഴിയുക. ഇന്ന് ലോകത്തിന്റെ സർക്കസ് കൂടാരത്തിന്റെ മാനേജർ റൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മനുഷ്യരാണ്. ഇസ്ലാം വിരുദ്ധതയുടെ എല്ലാ ലക്ഷണങ്ങളും മൊത്ത വെറുപ്പ് തുപ്പിക്കളയുന്ന ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും രോഗം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾക്കും അതിന്റെ പ്രവർത്തകർക്കും ജോലി അധികമാവുകയാണ്, പണി അധികമാവുകയാണ്. അതുപോലെ തന്നെ പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മുടെ പക്കൽ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിന് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങളെ സാക്ഷാത്കരിക്കാനുള്ള അമിതമായ ത്വരയുമാണ് വേണ്ടത്. നമുക്കറിയാം വഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വഇന്ന അമീനനാ അബൂ ഉബൈദത്തുൽ ജറാഹ്. എല്ലാ സമുദായത്തിനും അല്ലാഹ് ഒരു വിശ്വസ്തനെ കൊടുത്തു. എന്റെ സമുദായത്തിന് അല്ലാഹ് തന്ന അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്തുൽ ജറാഹാൻ. നമുക്കറിയാവുന്നതുപോലെ ബദറിന്റെ രണാങ്കണത്തിൽ സ്വന്തം പിതാവുമായി ഏറ്റുമുട്ടി പിതാവിനെ പെടുത്തി റസൂലുള്ളാന്റെ സന്നിധിയിലേക്ക് വരുന്ന അബൂ ഉബൈദയോട് സലാം മടക്കാൻ പോലും റസൂൽ ഭീതിതപ്പെട്ട സമയം. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്. ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിന്റെ പാർട്ടിയാണവർ. അവരെ പരാജയപ്പെടുത്താൻ, അവരെ തകർക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അല്ലാഹ് നമ്മളെ സഹായിക്കണമെങ്കിൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. അല്ലാഹുവിനെ സഹായിച്ചേ മതിയാകൂ. എന്റെ ആളാണ് എന്ന് കരുതിയത് കൊണ്ട് മാത്രം അല്ലാഹ് ഒരാളെയും സഹായിച്ചിട്ടില്ല. അല്ലാഹ്ക്ക് ബോധ്യപ്പെടണം, ഇയാളുടെ ശരീരവും സമ്പത്തും ഇയാളുടെ ചിന്തയും വിശ്വാസവും എനിക്ക് സമർപ്പിക്കാൻ തയ്യാറുള്ളവനാണ് എന്ന് ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് വാള് പിടിച്ച കുതിര എങ്ങനെ ഓട്ടണമെന്ന് പഠിപ്പിച്ച വേച്ചു നടക്കുന്ന സമയത്ത് തന്റെ കൈപിടിച്ച് വീവാൻ പോകുമ്പോൾ സംരക്ഷിച്ചു നിർത്തിയ പിതാവിന്റെ തലയെടുത്ത വാളുമായി റസൂലുള്ളാന്റെ സന്നിധിയിലേക്ക് വന്ന ഒരാൾ. ആ മനുഷ്യനെ കുറിച്ച് റസൂല് പറഞ്ഞത് വഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീനൻ വഇന്ന അമീനനാ അബൂ ഉബൈദത്തുൽ ജറാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്. അല്ലാഹ് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ അല്ലാഹ് എന്നോട് ചോദിക്കുകയാണ്, ഉമറേ നിനക്കെന്തു വേണം എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അല്ലാഹുവിനോട് പറയും, ഇത് ചരിത്രത്തിൽ നടന്നതല്ല, ഉമറുൽ ഖത്താബിന്റെ ഒരാഗ്രഹമാണ്. അങ്ങനെ ഞാൻ അല്ലാഹുവിനോട് പറയുന്ന ഒരാഗ്രഹമുണ്ട്, അല്ലാഹുവേ ഭൂമി നിറയെ അബൂ ഉബൈദമാരെ ഉണ്ടാക്കണം എന്നല്ലാത്ത ഒരാഗ്രഹം ഖത്താബിന്റെ മകനില്ല എന്ന് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഉമറുൽ ഖത്താബിനോട് അല്ലാഹ് ചോദിച്ചിട്ടില്ല. ഉമറുൽ ഖത്താബ് അല്ലാഹുവിനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടുമില്ല. പക്ഷേ അബൂ ഉബൈദമാര് നിറയെ ഉള്ള ദേശം ഇന്ന് ലോകത്തുണ്ട്. സിറിയയിൽ അലപ്പോ അതിന്റെ ഉദാഹരണമാണ്, ഫലസ്തീനിലെ ഗസ അതിന്റെ ഉദാഹരണമാണ്, മ്യാൻമാറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അതിന്റെ ഉദാഹരണമാണ്. ഉടുക്കുന്ന വസ്ത്രം പോലും പിച്ചിക്കീറി മാനഭംഗത്തിന് വിധേയമാകുമ്പോ ആത്മഹത്യ മാത്രമാണ് ശരണം
എന്ന് മുന്നിൽ കാണുമ്പോൾ, പീഡനങ്ങളുടെ മഹാപർവമേറ്റുമ്പോഴും അള്ളയല്ലാത്ത ഇലാഹുണ്ടെന്ന് പറയാൻ മുസ്ലിം സമൂഹത്തിന്റെ പേര് വെച്ച ആളുകൾ തന്നെ പീഡിപ്പിച്ചു മർദ്ദിക്കുന്ന സമയത്ത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളെ സിറിയയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ സർക്കസ് കൂടാരത്തിൽ ഫതഹ് സിസിയുണ്ട്, ഹസീനയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില മുക്കത്തും ചേന്നമംഗല്ലൂരും അഴീക്കോടുമുള്ള ചില നാട്ടുരാജാക്കന്മാരുമുണ്ട്. എന്നൊഴിച്ചു നിർത്തിയാൽ അധിക ആളുകളും അതിനോട് വിരുദ്ധമായി നിൽക്കുന്നവരാണ്. ഈ പ്രതിരോധ മുന്നണിയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, വിശ്വാസത്തിന്റെ ദാർഢ്യം കൊണ്ട് പ്രതിസന്ധിയെ മറികടന്ന മഹാന്മാരായ ആളുകൾ. സയ്യിദ് അബുൽ അലാ മൗദൂദി അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക, അദ്ദേഹത്തെ ഉന്നം വെച്ച വെടി തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രവർത്തകൻ ഏൽക്കുകയാണ്. മൗലാന, താങ്കൾ ഇരിക്കണം, ഇനി അടുത്ത വെടിയും വെക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കത് കൊള്ളാനും സാധ്യതയുണ്ട്. ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത് അബുൽ അലയുടെ കുടുംബകാര്യം പറയാനല്ല. ഞാനിവിടെ ഇരുന്നു പോയാൽ ആര് എഴുന്നേറ്റു നിൽക്കും? അചഞ്ചലമായ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന്റെ പേരാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം എന്തേ ഈ ലോകത്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ അധികം പരത്തി ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യമാണ്, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ സമ്പൂർണമായി പ്രതിനിധീകരിച്ച ഏക പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അന്നും ഇന്നും ആരൊക്കെ ഹെഡിങ് മാറ്റിക്കൊടുത്താലും ശരി, സമ്പൂർണ്ണ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ആ ഇച്ഛാശക്തിയുടെ ഫലമായി അനേകം ആളുകളുടെ വിയർപ്പ്, അതുപോലെ തന്നെ അവരുടെ അധ്വാനത്തിന്റെ ഫലം, ഹാജി സാഹിബ് മുതൽ CK എന്ന് പറയുന്ന കരുവാരക്കുണ്ടിലെ പണ്ഡിതവര്യനായ പ്രവർത്തകൻ വരെ ഒടുവിലെത്തി നിൽക്കുന്ന ആ നിരകളിലൂടെ ഓടിപ്പോയ അനേകം മനുഷ്യർ, അവർ രക്തം നൽകി, ജീവൻ നൽകി, വെള്ളം നൽകി നമ്മളെ ഏൽപ്പിച്ച ഈ വൃക്ഷത്തെ ഒരു പരിക്കു പറ്റാതെ സംരക്ഷിച്ചു നിർത്തേണ്ട ബാധ്യത അത് അല്ലാഹുവിന്റെ പ്രീതി കാണിച്ചുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് മടങ്ങിപ്പോകേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ്. നമ്മൾ ഇവിടെ നിന്ന് കേട്ടത് തന്നെ പരലോകത്ത് സാക്ഷിയാണ്. ദൈവം തമ്പുരാന്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ ധാരാളം ആളുകളെ ഹാജരാക്കും. അവരോട് അല്ല ചോദിക്കുന്ന ചോദ്യവും നമ്മോട് അല്ല ചോദിക്കുന്ന ചോദ്യവും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ഒന്നാണ്. മിസ്അബിനോടല്ല ചോദിക്കുന്ന ചോദ്യം അതാണ്. മിസ്അബ്, നീ എന്തു ചെയ്തുവെന്ന് ചോദിച്ചാൽ 30 വയസ്സ് പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് ലോക മുസ്ലിമിന്റെ ആവേശമായ മദീന മുനവ്വറ, അല്ലാഹുവിന്റെ റസൂലിന്റെ നഗരമായ മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിന്റെ അടിസ്ഥാനം പാകിയ ശില്പിയാണ്. അതിന്റെ അടിക്കല്ലും അടിയാധാരവും മിസ്അബിന്റെ രക്തമാണ്, വിയർപ്പാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ മിസ്അബ് രക്തസാക്ഷിയായി ഉഹദിന്റെ രണാങ്കണത്തിൽ കിടക്കുന്ന സമയം റസൂലുള്ള കഫൻ ചെയ്യാൻ പറയുകയാണ്. എങ്ങനത്തെ മനുഷ്യനാണ്? കഫൻ ചെയ്യാൻ അദ്ദേഹത്തിന്റെ കാലിൽ പുല്ല് വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. റസൂൽ ഏങ്ങി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലെ, ഇങ്ങനെ കരയുന്ന റസൂലിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ദൂതൻ പറയുകയാണ്, മിസ്അബ് എന്റെ മുന്നിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഒരു മിസ്അബിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എല്ലാ വില കൂടിയ വാഹനം ഉപയോഗിച്ച, ഏറ്റവും വേഗതയുള്ള കുതിരപ്പുറത്ത് സഞ്ചരിച്ച, ഏറ്റവും വില കൂടിയ വസ്ത്രം ഉപയോഗിച്ച, ഏറ്റവും സുഗന്ധമുള്ള പെർഫ്യൂം ഉപയോഗിച്ച, സമ്പന്നതയുടെ എല്ലാ പളപളപ്പും ജീവിതത്തിൽ ആവാഹിച്ചു വന്ന ഒരു മനുഷ്യൻ കാലിൽ പുല്ല് വെച്ച് കെട്ടി അല്ലാഹുവിലേക്ക് യാത്ര പോയല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. എന്നിട്ട് റസൂല് പറയുന്നത്, മിസ്അബിൻ ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂല് സ്വന്തം കൈകൊണ്ട് കുടിയൊരുക്കുകയാണ്. മിസ്അബ് മിമ്മൻ ഖളാ നഹ്ബഹു, മിസ്അബ് കരാറ് പൂർത്തീകരിച്ചവനാണ്. ആ മിസ്അബിനോട് അല്ല ചോദിക്കില്ലേ, മിസ്അബ് നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ വിവരണം മിസ്അബ് റളിയല്ലാഹു അൻഹു സത്യസന്ധമായി പറയുമ്പോ തൊട്ടടുത്ത് സാധുവായ ഞാനും നിങ്ങളുമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര, എന്ത് ഉത്തരവാണ് ഞാൻ പറയുക? ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, നമുക്കറിയാം, അല്ലാഹുവേ, നീ എന്നോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ എന്റെ ജീവിതത്തിൽ മറുപടിയായി ഒരു രോമം പോലും എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടില്ല, എല്ലാം നിനക്ക് തന്നെ സമർപ്പിച്ചതാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം നമ്മളേറെ കേട്ടതാണ്. കുടൽമാല
കഴുത്തിലണിഞ്ഞു നൃത്തമാടിയ ഒരു സ്ത്രീ കരള് കടിച്ചു തുപ്പുകയാണ്, തലയോട്ടിയിൽ കള്ളു കുടിക്കുകയാണ്, ഹംസയുടെ എല്ലാ അവയവങ്ങളും മുറുക്കി ഉഹുദിന്റെ രണാങ്കണത്തിൽ മാലയായി തൂക്കിയിടുകയാണ്. ആദാ ഉദ്നി ഹംസ എന്നെഴുതി വെച്ച് ആഘോഷിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു രോമം പോലും സ്വന്തത്തിന് വേണ്ടി മാറ്റിവെക്കാത്ത ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പതറിപ്പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ, സിദ്ദീഖുൽ അക്ബർ, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ എല്ലാ കവാടത്തിലും അള്ള പ്രവേശനാനുമതി നൽകിയ ഒറ്റ ആളെ ഭൂമിയിലുള്ളൂ. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ ആളുകളുടെയും വിശ്വാസം ഒരു ത്രാസിൽ വെച്ചാൽ മറ്റുള്ള ആളുകളെ വിശ്വാസത്തിന് പകരം സിദ്ദീഖുൽ അക്ബറിന്റെ വിശ്വാസം ഒരു ത്രാസിൽ വെച്ചാൽ സിദ്ദീഖുൽ അക്ബറിന്റെ വിശ്വാസം ഇങ്ങനെ കനം തൂങ്ങി നിൽക്കുമെന്ന് റസൂലുള്ള പഠിപ്പിച്ച വിശ്വാസത്തിന്റെ ഉടമ അർദ്ധരാത്രി നിസ്കരിക്കുമ്പോ ഉപ്പയുടെ കരള് കരഞ്ഞു വാസനിക്കുന്നത് ഞങ്ങൾ കേൾക്കുമെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ പറഞ്ഞത് മതി ആ ഭക്തിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഉമർ ഖത്താബ്, ഞാൻ വിവരിക്കുകയല്ല. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കൈവെട്ടി ദൂരേക്ക് തെറിപ്പിച്ച സഹോദരന്റെ മുഖത്ത് നോക്കി വേദന കടിച്ചമർത്തി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയുന്നു, സഹോദര, നീ വെട്ടിമാറ്റിയ കൈ ഉസ്മാന്റെ കൈയല്ല, റസൂലിന്റെ കാലത്ത് നീയും ഞാനും ഓതിയ ഖുർആൻ പകർത്തിയെഴുതിയ കൈയാണ്. നീ അത് വെട്ടിമാറ്റിയതിൽ എനിക്ക് സങ്കടമുണ്ട്. ക്രുദ്ധരായ ശത്രുക്കൾ ഉസ്മാന്റെ തലവെട്ടി മുസ്ഹഫിലേക്ക് മറിച്ചിടുകയാണ്. അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട മുസ്ഹഫിന്റെ സർവ്വലൗകികതയ്ക്ക് ചരിത്ര സൃഷ്ടിപ്പായി ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ തഷ്കന്റിലെ മ്യൂസിയത്തിൽ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അലി ബിൻ അബീ താലിബ്, ഷഹീദ് സയ്യിദ് ഖുത്ബ്, അതുപോലെ തന്നെ ധാരാളം ആളുകൾ, ഖമറുസ്സമാനും അതുപോലെ തന്നെ മുതിയുർ റഹ്മാൻ നിസാമിയും ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് വിജയാഹ്ലാദം പ്രഖ്യാപിച്ചു പോകുന്ന ടീമിന്റെ ആഘോഷത്തോടുകൂടി തൂക്കുമരത്തിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്ന മുതിയുർ റഹ്മാൻ നിസാമിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സയ്യിദ് ഖുത്ബ് ജീവിതത്തിൽ ചിരിക്കാത്ത മനുഷ്യനാണ്, വളരെ കുറഞ്ഞു ചിരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ചിരിക്കുന്ന ഒരു ദിവസം ഞങ്ങൾ കണ്ടു. അന്ന് അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുന്ന ദിവസമാണ്. അദ്ദേഹത്തിന്റെ അടുത്തൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പ്രേരിപ്പിച്ചു. ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, സഹോദര, നീ ചൊല്ലിത്തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഗവൺമെന്റിന്റെ സാലറി വാങ്ങി എനിക്ക് ചൊല്ലിത്തരാൻ നിന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്തത്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആവശ്യം എനിക്കില്ല. എന്നോട് വലിയ ദയമുണ്ടെങ്കിൽ നീ എനിക്കൊരു ഖുർആനിന്റെ കോപ്പി എത്തിച്ചു തരണം. ഞാനത് ഓതിക്കൊണ്ടിരിക്കും. എന്നെ തൂക്കാൻ സമയമായി എന്ന് തോന്നിയാൽ നീ ഒരു സിഗ്നൽ തന്നാൽ മതി. ഞാൻ ആ വിശുദ്ധ ഖുർആനിന്റെ കോപ്പി എന്റെ ജുബ്ബയിലെടുത്തു വെക്കും. അങ്ങനെ എന്റെ തൂക്കുപരത്തിൽ ഞാൻ ആടിക്കളിച്ച് എന്റെ ജീവൻ എന്റെ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞു എന്ന് നിനക്കുറപ്പായാൽ മാത്രമേ ഖുർആനിന്റെ കോപ്പിയായി, അല്ലാഹുവേ എന്നെ സാഹിബുൽ ഖുർആനായി, ഖുർആനിന്റെ സഹവാസിയായി മരിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ജീവൻ പൊലിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഖുർആനിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കീശയിൽ നിന്ന് വലിച്ചെടുത്തതെന്ന് ചരിത്രം സാക്ഷിയാണ്. സൈനബുൽ ഗസാലിയെ പോലെ തലകീഴയായി തൂക്കി നിർത്തി ഇഴജന്തുക്കളുടെ കിണറ്റിലേക്ക് ഡിസോർഡറായ ശരീരം അഴിച്ചു വെച്ചപ്പോൾ ദിവസങ്ങളോളം ബോധമില്ലാതെ കടന്നുപോയ ആ ധീരയായ വനിതയുടെ ചരിത്രം നമ്മൾ വായിച്ചതാണ്. അതുപോലെ തന്നെ റാബിയൽ അദവിയയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെയുമൊക്കെ അചഞ്ചല വിശ്വാസത്തിന്റെ ഉടമകളാണ്. ഇത് ചരിത്രവും വർത്തമാനവുമാണ്. ഫലസ്തീന് നമുക്കറിയാം. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരുമ്മ സ്വന്തം കുട്ടിയെ വിളിച്ച് കുളിപ്പിക്കുമ്പോ ഉമ്മാക്കറിയാം, എന്റെ കുട്ടിയുടെ മയ്യത്താണ് ഞാൻ കുളിപ്പിക്കുന്നത്, എന്റെ കുട്ടിക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന്. അതുപോലെ തന്നെ ആ കുട്ടിയെ വസ്ത്രം ധരിപ്പിക്കുമ്പോ ഉമ്മാക്കറിയാം, എന്റെ കുട്ടിയുടെ കഫം പുടവയാണ് ഞാൻ ധരിപ്പിക്കുന്നത്. ടിഫിൻ ബോക്സിന് പകരം കല്ലുകൾ, ടിഫിൻ ബോക്സിൽ ഭക്ഷണത്തിന് പകരം കല്ലുകളാക്കി കൊടുത്ത് ലോകത്തെ ഏറ്റവും വലിയ ഷാർപ്പ് ഷൂട്ടറായ
സൈന്യത്തിന്റെ മുന്നിൽ ബിരിമാറ് കാണിച്ച് കല്ലെറിഞ്ഞ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ലോകത്തെ ഇസ്ലാമിന്റെ ചരിത്ര പൈതൃകമുറങ്ങുന്ന ഖുദ്സിന്റെ വിമോചനം ഇവിടെ നേരത്തെ ഉസ്മാമ ഹംദാൻ സൂചിപ്പിച്ചല്ലോ. അത് ലോകത്തെ മുഴുവൻ ആളുകളുടെയും ചുമതലയാണ്. ആ ചുമതല നമ്മൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. 8 പൊട്ടും തിരിയാത്ത കുഞ്ഞ് 8 16 പടിയുണ്ടയേറ്റ് വിറങ്ങലിച്ച മൃതശരീരമായി വീട്ടിലേക്ക് വരുമ്പോ പുഞ്ചിരിച്ചു നെറ്റിയിൽ ചുംബിച്ചു സ്വീകരിക്കുന്ന മാതാപിതാക്കളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭർത്താവിന്റെ ചിഹ്നിച്ചതെറിയ മൃതദേഹം, ചിഹ്നിച്ചതെറിയ ബോഡി എടുത്ത് കൊളാഷ് കണക്കെ ഒരു മനുഷ്യക്കോലമാക്കി യോജിപ്പിച്ചു നിർത്തുന്ന അഹ്മദ് ജബരിയുടെ ഭാര്യയോട് സഹപ്രവർത്തകർ ചോദിക്കുന്നു, അല്ലയോ സ്ത്രീ, നിങ്ങളുടെ ഭർത്താവല്ലേ മരിച്ചുപോയത്, നിങ്ങൾക്കെന്തേ ബേജാറില്ലാതെ പോയി, നിങ്ങൾക്കെന്തേ ദുഃഖമില്ലാതെ പോയി? ചിരിച്ചുകൊണ്ടവർ പറയുന്നത്, ഇന്നു മുതൽ ഞാനും സ്വർഗത്തിന്റെ അവകാശിയാണ്. എന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, രക്തസാക്ഷിയായ ഭർത്താവ് സ്വന്തം ഭാര്യയെ കൈപിടിച്ച് സ്വർഗത്തിൽ ഇടിമിന്നൽ വേഗതയിൽ പോകുമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞാൻ വിവാഹ സുദിനത്തെ പോലെ സന്തോഷിക്കുന്ന ദിവസമാണ്, ഞാൻ സ്വർഗത്തിൽ പോയ ദിവസമാണ്. അങ്ങനെ സ്വന്തം ഭർത്താവിന്റെ കൈയും കാലും തെറിച്ചു കടന്ന ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചാൽ ഈ ക്യാൻ മൂവ് ബട്ട് മൂവ് ആൻഡ് നേഷൻ എന്ന് ഷെയ്ഖ് അഹമ്മദ് യാസീനെ കുറിച്ച് ചരിത്രം പഠിപ്പിച്ചതാണ്. നിങ്ങളൊരു സ്വയം ചലിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പ്രചോദനമാണ്. ആരോഗ്യമുണ്ട്, നമുക്ക് കഴിവുണ്ട്, വാഹന സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുന്നിലിരിക്കെ പ്രിയപ്പെട്ടവരെ, അരക്ക് താഴെ തന്റെ കഴുത്തിന് താഴെ ചലനം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ലോകം വാഴ്ത്തിയത് ഹി ക്യാൻ മൂവ് ബട്ട് മൂവ് ആൻഡ് നേഷൻ, സ്വയം ചലിക്കാൻ കഴിയാത്ത മനുഷ്യൻ. പക്ഷേ ലോകം ചലിപ്പിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ കഷ്ണം ഇന്നും ഫലസ്തീൻ മണൽത്തരിയിൽ നിന്ന് പെറുക്കിയെടുക്കാൻ സാധിക്കാത്ത പോലെ അദ്ദേഹം ജീവന് തുല്യം സ്നേഹിച്ച മണ്ണിനോട് ശരീരം രക്തമായി ചേരുകയാണ്. അദ്ദേഹം ശരീരം ചലിക്കാൻ കഴിയാത്ത മനുഷ്യൻ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുവെങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ നാളെ അള്ള ചോദിക്കുന്ന മഹ്ശറയുടെ മുന്നിൽ നമ്മളെല്ലാവരും എന്തു മറുപടിയാണ് പറയുക? നാളെ വലിയൊരു ഘോഷയാത്രയുണ്ട്. ഇതിനേക്കാൾ വലിയ ഘോഷയാത്രയാണ്, ഇതിനേക്കാൾ വലിയ ആഘോഷമാണ്, ഇതിനേക്കാൾ വലിയ വർണ്ണശബളമായ ഘോഷയാത്രയാണ്. അതിന്റെ മുന്നിൽ ഒരു കൊടി മാത്രമേ ഉള്ളൂ. അത് പിടിച്ച കൈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈയാണ്. ആലിബ ഏന്തി, ആ കൊടിയേന്തി ആടിപ്പാടി പോകുകയാണ്. അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളുമെല്ലാം തന്റെ പിന്നിൽ നിൽക്കുകയാണ്. ആ സന്തോഷത്തോടുകൂടി പോകുന്ന വരിയുടെ അവസാനത്തെ വരിയിലെങ്കിലും ഞാനും നിങ്ങളും ഉണ്ടാവണം, എന്റെ കുടുംബവും ഞാനും ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടി വിളിക്കുന്ന സമയത്ത് സ്വർഗം കാക്കുന്ന മലക്ക് ചോദിക്കും, ആരാണ്? ഞാനാണ് മുഹമ്മദ്, അല്ലാഹുവിന്റെ ദൂതൻ. മുഹമ്മദ് അല്ലാത്ത ഒരാൾ ഈ കവാടത്തിൽ മുട്ടിയാൽ തുറന്നു കൊടുക്കരുത് എന്നെനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താങ്കളും അനുയായികളും പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മലർക്ക് തുറക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ആ കവാടത്തിലൂടെ പോകുമ്പോൾ അതിന്റെ പിന്നിലെങ്കിലും മണിനിരക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരുക്കമാണ് ഈ സമ്മേളനം നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ആത്മാർത്ഥമായി നമ്മൾ ഈ ആശയം സ്വീകരിച്ച് ആദർശം നെഞ്ചിലേറ്റി നമ്മുടെ മുൻഗാമികൾ പോയി അതുപോലെ തന്നെ നടഞ്ഞു തേഞ്ഞ പാദവുമായി ലോകത്ത് നീങ്ങി നമുക്ക് കാണിച്ചു തന്ന അനേകം പ്രതിസന്ധികളുടെ വഴിയിൽ സുഗമമായി നടക്കാൻ വെട്ടിത്തെളിച്ച വഴിയിൽ ആത്മാഭിമാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു പൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്ത അനേകം പാപങ്ങൾ അല്ലാഹു പൊറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ രോഗികളായ ആളുകൾ, അതുപോലെ തന്നെ ധാരാളം ആളുകൾ കിഡ്നി രണ്ടും പോയി ഈ സമ്മേളനം കാണാൻ അതിയായ ആഗ്രഹം കൊണ്ട് കരഞ്ഞ് സമ്മേളനത്തിന് വന്ന ആളുകളെ യാത്രയാക്കിയ ധാരാളം ആളുകൾ സ്വന്തം വീട്ടിൽ ഇന്നും ഇരിക്കപ്പറുതിയില്ലാതെ മനസ്സും ശരീരവും ഇവിടെയായി ജീവിക്കുന്ന ആളുകൾ. അല്ലാഹുവേ,
അവരുടെ അസുഖങ്ങൾക്ക് ആശ്വാസം നൽകണേ അല്ലാ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ആളുകൾ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹുവേ അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ പ്രതിസന്ധികൾ താങ്ങാൻ ശേഷിയില്ലാത്തവരാൻ. താങ്കൾക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അത് സഹിക്കാനുള്ള വിശ്വാസദാർഢ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത ഒരു പരീക്ഷണം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സിറിയയിൽ, അതുപോലെ തന്നെ ഫലസ്തീനിൽ, റോഹിംഗ്യയിൽ, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു മകനെ കാണാതെ ഒരുമ്മ നെഞ്ചുപൊട്ടി ഈ രാജ്യത്തിന്റെ മുഴുവൻ ആളുകളെയും വിളിച്ചു കഴിയുകയാണ്. അങ്ങനെ ധാരാളം ആളുകൾ. അല്ലാഹുവേ, അവർക്ക് ആശ്വാസം നൽകണേ അല്ലാ. അവർക്ക് വിജയം നൽകണേ അല്ലാ. അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കും എത്താനുള്ള മഹത്തായ ഭാഗ്യം നൽകി അല്ലാഹുവേ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഈ സമ്മേളനത്തിൽ മഹാസാഗരം കണക്കെ, പ്രവാഹം കണക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്നതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത ആളുകൾ. ഈ സമ്മേളനം നമ്മളെല്ലാവരും വീക്ഷിക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ കഴിയാതെ തൊട്ടടുത്ത് ഈ സമ്മേളനത്തിന്റെ സേവന ദൗത്യവുമായി ഏറ്റെടുത്ത നമ്മുടെ സഹോദരന്മാർ, അല്ലാഹുവേ അവരുടെ കർമ്മം നീ കബൂൽ ചെയ്യണേ അല്ലാ. അവരുടെ കർമ്മം നീ സ്വീകരിക്കണേ അല്ലാ. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ സുദീഖ് ഹസൻ സാഹിബ്, TK അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഈ വീൽ ചെയറിൽ നിങ്ങളുടെ സഹായത്തോടുകൂടി ഈ സമ്മേളനത്തിന്റെ മുൻനഗരിയിലെത്തിയ ധാരാളം ആളുകൾ. അവരെല്ലാവരും ആത്മനിർവൃതിയോടുകൂടി ഈ ജനസഞ്ചയത്തെ കാണുകയാണ്. അവർ സംഘടിപ്പിച്ച, അവർ സംഘാടനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് ബഹിഷ്കരണങ്ങളും മർദ്ദനങ്ങളും കൂക്കുവിളികളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ ഈ പ്രസ്ഥാനത്തിൽ, അതിന്റെ ഒരു ജില്ലാ സമ്മേളനത്തിൽ ഇത്ര വലിയ ജനബാഹുല്യം കണ്ട് അവർ ആത്മനിർവൃതി അടയുകയാണ്. അല്ലാഹുവേ അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ അവർക്ക് നിർവഹിക്കേണ്ട ദൗത്യത്തിന് പൂർണ്ണ ആരോഗ്യവും ആയുസ്സും ഞങ്ങൾക്ക് വേണ്ടി അവർക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ധാരാളം പ്രയാസങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ ധാരാളം പ്രയാസങ്ങളുള്ള സഹോദരീ സഹോദരന്മാർ. എല്ലാ ഞങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹുവേ നിനക്കറിയാം. ലോകത്ത് അതീവ സൂക്ഷ്മമായ മാപ്പിനി പോലും തിരിച്ചുവെച്ച് ഗതി നിർണയിക്കാൻ പര്യാപ്തനാണ് നീ. ഞങ്ങളുടെ പ്രശ്നങ്ങളെ നീ പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് വെള്ളം നൽകണേ അല്ലാ. അതുപോലെ തന്നെ നമുക്കൊരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ചെറിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കർമ്മോത്സുകരായി 10-10:30 തളർന്നു പോകുന്ന രീതിയിൽ അസുഖം ബാധിച്ചിട്ട് പോലും തുള്ളി എഴുന്നേൽക്കാതെ ജാഗരൂകരായി നിൽക്കുന്ന ആളുകൾ. ഈ പ്രസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത കാരണമാണ്, വിശ്വാസദാർഢ്യം കാരണമാണ്. അല്ലാഹുവേ അവരുടെ പ്രതിബദ്ധതയും വിശ്വാസവും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും അടക്കം ചെറിയ ചെറിയ രോഗങ്ങളാണ്, പക്ഷെ വലിയ വലിയ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കുന്നു. നീ എല്ലാം ശിഫയാക്കുന്നവനാണ്. രോഗങ്ങളെ ശിഫയാക്കുന്നവൻ നീയാണ്. നീ ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ മാർഗത്തിൽ ഞങ്ങളുടെ പ്രാദേശിക സ്ഥലങ്ങളിൽ ഇതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന അർച്ചപൂർവമുള്ള പ്രവർത്തകരുണ്ട്. അവരുടെ ആത്മവിശ്വാസം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഈ പ്രസ്ഥാനത്തെ നീ വളർത്തണേ അല്ലാ. മുൻഗാമികൾ സ്വപ്നം കണ്ട് ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ച ഈ പ്രസ്ഥാനത്തെ അവര് കിനാബ് കണ്ടതിനേക്കാൾ വെള്ളവും വളവും നൽകി വളർത്താനുള്ള താക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ശക്തി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഏതെങ്കിലും ദൗർബല്യം കാരണം ഞങ്ങൾ ഈ പ്രവാഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ വീഴ്ചകളെ നീ ഭൂമിയിൽ തന്നെ പൊറുത്തു തരണേ അല്ലാ. ജനകോടികളുടെ മുന്നിൽ ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും
നിന്റെ പ്രീതി അനുസരിച്ച്, നിന്റെ തൃപ്തി അനുസരിച്ച് ഒടുവിൽ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന സ്നേഹപൂർവം തലോടി നിന്റെ മലാക്കമാരുടെ ആശീർവാദത്തോടുകൂടി നിന്റെ ഹബീബ് പോകുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെയും പ്രവേശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്ക് എന്ത് കോട്ടങ്ങളുണ്ടെങ്കിലും, എന്ത് ദൗർബല്യമുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാം ഞങ്ങളെക്കാൾ അറിയുന്നവൻ നീയാണ് അല്ലാ. ഞാനത് ഞങ്ങൾക്ക് പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങൾക്കത് പരിഹരിച്ചു തരണേ അല്ലാ. ഈ മാർഗത്തിൽ അവസാന ശ്വാസം വരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ ഒരു 2 വാക്ക് പറഞ്ഞതിന്റെ നിർവൃതിയുമായി ഞങ്ങളുടെ നേതാവ് ഈ സദസ്സിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ആവേശത്തോടുകൂടി ഈ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റിയ അനേകം ആളുകൾ, അല്ലാഹുവേ, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വിജയിക്കുന്ന കൺകുളിർമയുള്ള കാഴ്ച ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. നീ ബർക്കത്ത് നൽകണേ അല്ലാ. നിന്റെ ബർക്കത്തില്ലാത്ത ഒരു സമ്പാദ്യവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഇടപാടുകളിൽ, ഞങ്ങളുടെ കൃഷിയിൽ അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിത മാർഗത്തിൽ അല്ലാഹുവേ നിന്റെ അനുഗ്രഹം ചെയ്തു തരണേ അല്ലാ. ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും ഞങ്ങളെ കാര്യം നീ ഏൽപ്പിക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കണേ അല്ലാ. ദുർബലരാണ് ഞങ്ങൾ, അതുപോലെ തന്നെ അനേകം ചാപ്പല്യങ്ങൾക്ക് അടിപ്പെട്ടവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, നിന്റെ കാവലില്ലാതെ, നിന്റെ സംരക്ഷണമില്ലാതെ ഒരു തരിമ്പും മുന്നോട്ട് പോകാൻ ശേഷിയില്ലാത്തവരാണ് ഞങ്ങൾ. അക്ഷരാർത്ഥത്തിൽ നിന്റെ മാലാഖമാരുടെ സംരക്ഷണത്തിലാക്കി നിർത്തണേ അല്ലാ. ഞങ്ങളെ വിമർശിക്കുന്നവർ, ശത്രുതയോടുകൂടി ഞങ്ങളുടെ പെരുമാറുന്നവർ അല്ലാഹുവേ ഈ സന്ദേശത്തിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഹൃദയ വിശാലത വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈ മാർഗത്തിൽ അശ്ലീലം പരിശ്രമിച്ചുകൊണ്ട് നിതാന്തമായി ഈ മാർഗത്തിൽ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊട്ടി, അതുപോലെ തന്നെ ശരീരത്തിൽ ചെളിപുരണ്ട് വസ്ത്രം തുളിഞ്ഞെങ്കിലും ഹംസയും മിസ്അബും അബൂബക്കർ സിദ്ദീഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരെല്ലാവരും നിന്റെ ചോദ്യത്തിന് നെഞ്ചു വിരിച്ച് ഉത്തരം പറയുമ്പോ ഈ സാധുക്കൾക്ക് അങ്ങനെയെങ്കിലും നിന്നെ അഭിമുഖീകരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين وأذل الشرك والمشركين وأذل النفاق والمنافقين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم فرق جمعهم وزلزل أقدامهم وشتت شملهم وخرب ديارهم يا ذا الجلال والإكرام. اللهم يا منفس الكرب، اللهم نفس كربنا وكرب المسلمين وفرج همنا وهم المسلمين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اشف أمراضنا وإن لم تشف أمراضنا ومن يشفي أمراضنا يا شافي الأمراض. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل الجنة هي مأوانا. اللهم إنا نسألك العلا من الجنة ونعوذ بك من عذاب القبر ومن عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم انصر المسلمين في كل مكان. اللهم انصر المجاهدين في سوريا وفي شيشان وفي فلسطين وفي ميانمار وفي كل مكان. اللهم دمر أعداء الدين. اللهم أيد أيدينا وثبت أقدامنا وثبت قلوبنا
وأبرز علينا صبرا وانصرنا على القوم الظالمين وانصرنا على القوم الفاسقين. اللهم يا منفس الكرب، اللهم يا منفس الكرب، اللهم نفس كربنا وكرب المسلمين. اللهم نفس كربنا وكرب المسلمين. اللهم اشف أمراضنا ومرضى المسلمين. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم اغثنا غيثا مغيثا هنيئا مريئا يا ذا الجلال والإكرام. اللهم اغثنا غيثا مغيثا هنيئا مريئا يا ذا الجلال والإكرام. اللهم اغثنا غيثا مغيثا هنيئا مريئا يا ذا الجلال والإكرام. اللهم ربنا تقبل دعاءنا. اللهم لا ترد أيدينا خائبين خاسئين. اللهم لا ترد أيدينا خائبين خاسئين. اللهم اجب دعواتنا واشف مرضانا وارحم موتانا وتقبل صلاتنا وصيامنا وسائر أعمالنا بالتقوى. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഒരറിയിപ്പ്, വളണ്ടിയേഴ്സ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഉടനെ ക്യാൻറ്റീനിലെത്തേണ്ടതാണ്. നമ്മുടെ സമ്മേളനം സമാപിക്കുകയാണ്. തുടർന്ന് നന്ദി പ്രകാശനത്തിന് വേണ്ടി ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ മുസ്തഫ ഹുസൈൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സമ്മേളനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഗംഭീരമാക്കി തന്ന സർവശക്തനായ അള്ളാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി വഹുവ വലിയു തൗഫീഖ്. വേദിയിൽ പ്രഭാഷണം നടത്തിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ വേദിയെ ധന്യമാക്കിയ പ്രസ്ഥാന നായകന്മാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, ബാലന്മാർ, ബാലികമാർ, കുഞ്ഞുമക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഈ സമ്മേളനം വീക്ഷിച്ചിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകൾ, മീഡിയ പ്രവർത്തകർ, ഇതിൻ്റെ സംഘാടനം വളരെ ഭംഗിയായി നിർവഹിച്ച ജമാഅത്ത്, SIO, സോളിഡാരിറ്റി, വനിത, GIO സമിതി അംഗങ്ങൾ, എല്ലാവർക്കും സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നഗരിയും സമീപ പ്രദേശങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഇതിൻ്റെ ഉടമസ്ഥർ, ഇവിടെ ഞങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത പുത്തൂർ പൗരസമിതി, ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, കോട്ടക്കൽ നഗരസഭയുടെയും ഒതുക്കങ്ങൽ പഞ്ചായത്തിൻ്റെയും ഭരണസമിതി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സാങ്കേതിക സഹായം നൽകിയിട്ടുള്ള വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾ, എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. സർവോപരി എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരന്മാർ, സഹോദരിമാർ, സോളിഡാരിറ്റി യുവാക്കൾ, SIO വിദ്യാർത്ഥികൾ, GIO വിദ്യാർത്ഥിനികൾ, വനിതാ സഹോദരിമാർ, IRW പ്രവർത്തകർ, ടീൻ ഇന്ത്യ പ്രവർത്തകർ, മലർവാടി കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ വളണ്ടിയർ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപാട് ദിവസങ്ങളായി ഈ നഗരിയിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ, എല്ലാവരെയും
ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അവർക്ക് നന്ദി പറയുന്നതിന് അപ്പുറം നമ്മുടെ കർമ്മങ്ങൾ പടച്ചറബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇതിന്റെ സെക്യൂരിറ്റി നടത്തിയിട്ടുള്ള IRW പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും, ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സമ്മേളന നഗരിയും സ്റ്റേജും സ്റ്റാളുകളും പന്തലുകളും വളരെ ഭംഗിയായി ഒരുക്കിയ പീകോക്ക് ഈവന്റ്സ് സ്ഥാപനത്തിന്റെ അമരക്കാരൻ കൊല്ലോളി ഫൈസലിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MC നസീർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളന നഗരി നമുക്കൊരുക്കി തന്ന പീകോക്ക് ഈവന്റ്സ് അമരക്കാരൻ കൊല്ലോളി ഫൈസലിനുള്ള ഉപഹാരം ജില്ലാ പ്രസിഡന്റ് MC നസീർ സാഹിബ് സമർപ്പിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ മഹത്തായ സമ്മേളനം അവസാനിക്കുകയാണ്. തിരിച്ചുപോക്കുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ സ്ക്രീനിൽ ലഭ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സമ്മേളനത്തിൽ ഉപയോഗിച്ച ഉപകരണങ്ങൾ വിൽപ്പനക്ക്. സമ്മേളനത്തിന് ശേഷം ഇന്ന് രാത്രി 11 മണി മുതൽ നാളെ ഉച്ചവരെ ഈ ഉപകരണങ്ങൾ വിൽപ്പനക്കായി ഗസ്റ്റ് റൂമിനടുത്തുള്ള അക്കമഡേഷൻ ഓഫീസിൽ ലഭ്യമാണ്. നീലയും പച്ചയും ഷീറ്റ് 20 മീറ്ററിന് 100 രൂപ, 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കപ്പ് 4 എണ്ണം 20 രൂപ, പ്ലാസ്റ്റിക് ഗ്ലാസ് 4 എണ്ണം 20 രൂപ, 5 ലിറ്റർ ബക്കറ്റ് മൂടിയുള്ളത് 2 എണ്ണം 50 രൂപ, 15 ലിറ്റർ ബക്കറ്റ് മൂടിയുള്ളത് 100 രൂപ 2 എണ്ണം, ചുറ്റിക 50 രൂപ. ഈ സാധനങ്ങൾ ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം നാളെ ഉച്ചവരെ ലഭ്യമാണെന്ന് കൺവീനർ അറിയിക്കുന്നു.